ബൈസൺ വാലി ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റം സർക്കാരിന്റെ അറിവോടെയെന്ന് ആരോപണവുമായി DCC പ്രസിഡന്റ് CP മാത്യു. ഉദ്യോഗസ്ഥ ലോബിയും ഭൂമാഫിയയും ചേർന്നാണ് കയ്യേറ്റം നടത്തുന്നതെന്നും സ്ഥലം സന്ദർശിച്ച CP മാത്യു പറഞ്ഞു. അതീവ പരിസ്ഥിതി ദുർബല മേഖലയും റെഡ് സോണിൽപ്പെട്ടതും നീലക്കുറിഞ്ഞുകൾ നിറഞ്ഞതുമായ ചൊക്രമുടി മലകളിൽ ഏക്കർ കണക്കിന് ഭൂമി മാസങ്ങളെടുത്ത് യന്ത്രസഹായങ്ങളോടെ പ്ലോട്ടുകൾ തിരിച്ച് വഴിവെട്ടി ടാർ റോഡും ചെക്ക് ഡാമും നിർമ്മിച്ചിട്ടും വൻമരങ്ങൾ വെട്ടിക്കടത്തി കുറ്റികൾ ചുവടെ പിഴുതെറിഞ്ഞിട്ടും ഭൂസംരക്ഷണ സേനയും റവന്യൂ വകുപ്പും അറിഞ്ഞില്ലെന്ന് പറയുന്നത് കേരളത്തെ അപമാനിക്കലാണെന്ന് DCC പ്രസിഡന്റ് CP മാത്യു കുറ്റപ്പെടുത്തി. റവന്യൂ വകുപ്പിന്റെയും സർക്കാരിന്റെയും ഒത്താശയോടെയാണ് ഭൂമാഫിയ ഇത്രയേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മൂന്നാർ മേഖലയിൽ വ്യാപകമാണെന്നും ഇതിന് ഭരണകൂടത്തിന്റെ പിന്തുണ ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മലയുടെ അടിവാരത്ത് താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള 100ഓളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിഭൂമിക്കും അപകടമാണെന്നറിഞ്ഞിട്ടും ഈ സ്ഥലത്തിന് സമീപത്തുള്ള വില്ലേജ് അധികൃതർ പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതിരുന്നത് ഭൂമാഫിയയിൽ നിന്നും ലഭിക്കുന്ന മാസപ്പടി കൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് പുറമ്പോക്കിൽ അന്നന്നത്തെ ഉപജീവനത്തിനായി പെട്ടിക്കടകൾ നടത്തുന്ന 150ഓളം പേരെ ഒഴിപ്പിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി നടക്കുന്ന ജില്ലാ കളക്ടറോ ദേവികുളത്ത് തന്നെ താമസിക്കുന്ന സബ് കളക്ടറോ പോലീസ് അധികൃതരോ ഇത്രയും മാസം നീണ്ടു നിൽക്കുന്ന വലിയ കയ്യേറ്റമുണ്ടായിട്ടും സംഭവം അറിഞ്ഞില്ലെന്ന് നടിക്കുന്നത് ഭരണതലത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണെന്ന് സാധാരണ ജനം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നും CP മാത്യു പറഞ്ഞു. ഇവിടെ ഒരു പാവപ്പെട്ടവനെ കുടിൽ വെക്കാൻ നമ്പർ കൊടുക്കത്തില്ല, അതിന് പട്ടയമില്ല എന്ന് പറയും. ഇപ്പോൾ തന്നെ ഈ റോഡ് ടാർ ചെയ്തിട്ട് 2-3 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇത് ആര് കൊടുത്ത ഉത്തരവിന്റെ പേരിലാണ് വഴി വെട്ടിയത്? ആര് കൊടുത്ത ഉത്തരവിന്റെ പേരിലാണ് റോഡ് ടാർ ചെയ്തിട്ടുള്ളത്? അതിന് കോർട്ട് എന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. കൂടാതെ തട്ടുകളായി തിരിച്ച് സ്ഥലം വിൽക്കുന്ന ഈ പ്രമാണിമാർ, അവർക്കെതിരെ നിയമം മുഖം നോക്കാതെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ സ്വീകരിക്കണം. സ്ഥലം സന്ദർശിച്ച DCC പ്രസിഡന്റിനോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ റോയി കെ പൗലോസ്, TS സിദ്ദിഖ്, OR ശശി, തോമസ് നിരവത്തുപറമ്പിൽ, അലോഷി തിരുതാളിൽ, VJ ജോസഫ്, അനിൽ കനകൻ, ജോഷി കന്യകുഴി എന്നിവരുമുണ്ടായിരുന്നു. അതീവ സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട വരയാടുകളും നീലക്കുറിഞ്ഞിച്ചെടികളും ധാരാളമുള്ള ഈ പ്രദേശത്തെ അനധികൃത നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ നടത്തുന്ന സമരത്തിനും അവരുടെ ആശങ്കകൾക്കുമൊപ്പം ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ. സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം. വരൂ, അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ.